ഹായ് ഗൈസ്, വെൽക്കം ടു ഡീബഗ് മീഡിയ. ഇതിൽ നമ്മൾ HTML കോഡ് ചെയ്യാനാണ് പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡേറ്ററാണ് സബ്ലൈം. അത് ഡൗൺലോഡ് ചെയ്യാനായി sublimetext.com എന്ന സൈറ്റിൽ പോകണം. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡൗൺലോഡിൽ പോയിട്ട് വേറെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതിനനുസരിച്ചിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്ലൈം ഓപ്പൺ ചെയ്യണം. ഇനി നമുക്ക് HTML ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതെല്ലാം മിനിമൈസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫോൾഡറിൽ അഥവാ ഡെസ്ക്ടോപ്പിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അതിൽ ന്യൂ ഓപ്ഷനിൽ പോയി ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് അഥവാ നോട്ട് പാഡ് അതിൽ ക്ലിക്ക് ചെയ്യണം. നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയലിൽ പോയി സേവ് ആസ് അമർത്തുക. അത് അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു പോപ്പപ്പ് വരും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അപ്പോൾ ഞാനിവിടെ ഇൻഡെക്സ് ആണ് ഇടുന്നത്, കാരണം അത് നമ്മളെ മെയിൻ ഫയലായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, ഇൻഡെക്സ് തന്നെ ഇടണമെന്നില്ല. അതിനുശേഷം .html എക്സ്റ്റൻഷൻ കമ്പൽസറി ആയിട്ട് ഇടണം. അതിൽ കൂടെ വേറൊരു ആൽഫബറ്റോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് .html തന്നെ ആയിരിക്കണം. എന്നിട്ട് സേവ് കൊടുക്കാം. അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗൂഗിൾ ക്രോമിൻ്റെ ഫയലായിട്ടോ അഥവാ ഫയർഫോക്സിൻ്റെ ഫയലായിട്ടോ കിട്ടുന്നതാണ്. എന്നിട്ട് പഴയ ഉണ്ടാക്കിയ ആ നോട്ട് പാഡ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മിനിമൈസ് ചെയ്ത സബ്ലൈം എടുത്ത് ഈ index.html അതിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഫയൽ സബ്ലൈമിൽ ഓപ്പൺ ആവും. ഓക്കെ, ഇനി നമുക്ക് HTML കോഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ .html ടൈപ്പ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ബ്രൗസറിന് ജസ്റ്റ് നമ്മൾ HTML ഡോക്യുമെൻ്റ് ആണ് യൂസ് ചെയ്യണത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് ആദ്യം ആംഗിൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക. പിന്നെ ക്യാപ്സിൽ .type എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ HTML. ഇതോടുകൂടി അത് കഴിഞ്ഞു. ജസ്റ്റ് വേർഷൻ നമ്പർ HTML5 ആണെന്നും HTML ഡോക്യുമെൻ്റ് ആണെന്നും ഗൂഗിൾ ക്രോമിനോട് അഥവാ ബ്രൗസറിനോട് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്യേണ്ടതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, HTML ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കണ്ടൻറ്റും എഴുതുന്നത്. അത് ജസ്റ്റ് ഒരു റാപ്പർ പോലെ കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം അത് ക്ലോസും ചെയ്യണം. ഇത് സബ്ലൈമിൽ ഇത് കുറേ ഫങ്ഷനാലിറ്റീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ചിലതെല്ലാം ഓട്ടോ ഫില്ലും ഓട്ടോ കറക്റ്റും ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ ഹെഡ് ടാഗ് ഇടുന്നത്. ഹെഡ് ടാഗ് ഇടണം, അതേപോലെ ക്ലോസും ചെയ്യണം. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ടൈറ്റിൽ ഇടുക. ആ ടൈറ്റിലാണ് ആ വെബ് പേജിനെ മേലെ എഴുതി കാണിക്കുന്ന പേര്. ടൈറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാവുന്നതാണ്, ആ വെബ്സൈറ്റിന് ബന്ധപ്പെട്ട പേര്. ഞാനിവിടെ ഡീബഗ് മീഡിയ എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അതിനുശേഷം അത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ബോഡി ടാഗ് എഴുതുന്നതായിരിക്കും. ബോഡി ടാഗ് അങ്ങനെ എഴുതാൻ ഷോർട്ട് കട്ടാണ്. ബോഡി എന്ന് എഴുതുന്നതിന് ശേഷം കൺട്രോൾ ആൻഡ് സ്പേസ് അമർത്തി കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതെല്ലാം സബ്ലൈമിൻ്റെ ഒരു ഈസി ഷോർട്ട് കട്ട്സ് ആണ്. ഓക്കെ, ബോഡി ടാഗ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാ കണ്ടൻറ്റും എഴുതുക. ഈ എഴുതുന്നതൊക്കെ വെബ് പേജിലായിരിക്കും ഡിസ്പ്ലേ ആവുക. നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ H1 ടാഗും P ടാഗും ആണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. H1 ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് വെൽക്കം ടു മൈ പേജ്, അതൊരു ഹെഡർ ടാഗാണ്. ഇതെന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം നമ്മൾ P ടാഗ് ഇടും. അതിനാണ് പാരഗ്രാഫ് ടാഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് പേജ്. ഇനി ഇത് ബ്രൗസറിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അത് റൺ ചെയ്യാൻ ഇത് റൈറ്റ് ക്ലിക്ക് അമർത്തുക, ഓപ്പൺ ഇൻ ബ്രൗസർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നതായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം ഇപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന്. ഇവിടെ നമ്മൾ ടൈറ്റിലിൽ ഡീബഗ് മീഡിയ കൊടുത്തു. ഈ ഡീബഗ് മീഡിയ ആണ് ഇവിടെ ബ്രൗസറിൽ ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. ഈ ബോഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ ബ്രൗസറിൻ്റെ ബോഡിയിൽ ഡിസ്പ്ലേ ആവുന്നത്. ഈ സെയിം കണ്ടൻറ് തന്നെ നമുക്ക് ഡെവലപ്പർ ടൂൾസിൽ കാണാൻ പറ്റുന്നതാണ്. ഡെവലപ്പർ ടൂൾസ് എന്താണെന്നൊക്കെ ഞാൻ വരുന്ന ട്യൂട്ടോറിയൽസ് പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും ഹെഡ് ടാഗിൻ്റെ ഉള്ളിലോ അതോ ബോഡീൻ്റെ പുറത്തോ ഇങ്ങനെ H1 ടാഗ് P ടാഗ് ഒന്നും എഴുതാൻ പാടില്ല. കാരണം അതിനാണ് ബോഡി ടാഗ്. ഇതിനുള്ളിലാണ് ഈ കണ്ടൻറ്റൊക്കെ റാപ്പ് ചെയ്യണത്. HTMLൻ്റെ ഉള്ളിൽ ഇത് റാപ്പ് ചെയ്യുന്നത് പോലെ ബോഡീൻ്റെ ഉള്ളിലായിരിക്കും കണ്ടൻറ്റ് റാപ്പ് ചെയ്യുക. നമുക്ക് എത്ര H1 ടാഗ് വേണമെങ്കിലും ഇടാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പാരഗ്രാഫ് ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബ്ലോഗ് പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിലിൻ്റെ അടിയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള സമ്മറി എഴുതും. അതിനാണ് പാരഗ്രാഫ് ടാഗ്. ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എഴുതുന്നതാണ്. പക്ഷേ ഹെഡർ ടാഗിനുള്ളിൽ നമ്മൾ ഹെഡിങ് മാത്രമേ ഇട്ടുള്ളൂ. അല്ലാണ്ട് ഇതുപോലെ പാരഗ്രാഫായിട്ട് കാര്യങ്ങളൊന്നും അതിൽ എഴുതൽ കുറവാണ്.
പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷേ ഇതിൻ്റെ മെയിൻ പർപ്പസ് ജസ്റ്റ് ഒരു ഹെഡർ ആയിട്ട് ഉപയോഗിക്കാനാണ്. ഹെഡർ ടാഗിൽ ഞാൻ H1 എഴുതാൻ കാരണം ഇതിൽ 6 ടൈപ്പ് ടാഗ് ഉണ്ട്, H1 മുതൽ H6 വരെ. അതെല്ലാം പല സൈസിലാണ് വരുന്നത്, എല്ലാം നമുക്ക് കാണാം. ഇതിപ്പോൾ 6 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. 5 6 ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും H1 എന്നുള്ളത് മാറ്റിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ 6 ടാഗ് ഞാൻ എഴുതിയല്ലോ ഈ സെയിം നെയിമിൽ. ഇനി നമുക്കിത് സേവ് ചെയ്തതിന് ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് നോക്കാം. കണ്ടോ, സെയിം നെയിം തന്നെ പല സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ H1 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈസിലുള്ള നെയിം ആയിരിക്കും, H6 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതും. പക്ഷേ പാരഗ്രാഫ് അതുപോലല്ല, പാരഗ്രാഫ് വെറും P ടാഗിലായിരിക്കും സ്റ്റാർട്ടിങ്ങും എൻഡും ചെയ്യുക. അതിന് നമ്പേഴ്സ് ഒന്നുമില്ല, അത് ഒറ്റൊരു ഫോണ്ട് സൈസിലാണ് വരിക. പക്ഷെ നമുക്കിതെല്ലാം CSS ഉപയോഗിച്ചിട്ട് ഫോണ്ട് സൈസും കളറും ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അത് നമ്മൾ CSSൻ്റെ കോഴ്സിലായിരിക്കും പഠിക്കുക. ഇത് വെറും HTML മാത്രമായിരിക്കും ഞാൻ പഠിപ്പിക്കുക. ഇനി ഇതുകൂടാതെ വേറെയും കുറേ ടാഗ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നതാണ് സ്ട്രോങ് ടാഗ്. ഇപ്പോൾ ദിസ് ഇസ് മൈ ഫസ്റ്റ് പേജ്, ഇതിലുള്ള ഒരു ടെക്സ്റ്റ് ഇപ്പോൾ എനിക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് CSS എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വേർഡ് എനിക്ക് സ്ട്രോങ് ടാഗിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇതുപോലെ. നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് H1 മാത്രം ഉപയോഗിക്കും ഇനി. അപ്പോൾ പണ്ട് HTML B ടാഗാണ് ഉണ്ടായിരുന്നത് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇപ്പോൾ HTML5 വന്നതിന് ശേഷം സ്ട്രോങ് ടാഗാണ് ഉപയോഗിക്കാറ്. ഇനി ഇത് ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇതിൽ എംഫസിസ് ടാഗ് ഉണ്ട്, EM, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇറ്റാലിക് ആക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഈ വീഡിയോയിൽ ഇനി ഇത്രയും മതി. അടുത്ത വീഡിയോയിൽ ഞാൻ ആങ്കർ ടാഗും ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടാഗ്സ് പഠിപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.